ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. നമ്മൾ ഈവൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ കുറച്ചുകൂടെ ഗവൺമെൻറ് തന്നെ ഒന്ന് ആലോചിക്കൂ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ്, പ്രീവിയസ് ഓർഡേഴ്സ്, പ്രീസിഡൻസ്, പിന്നെ കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ നോക്കിയിട്ട് ഡിസിഷൻ എടുക്കൽ മാത്രമേ ഉള്ളൂ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്ക് ഒരു നല്ല AI ഏജൻ്റ് ഉണ്ടെങ്കിൽ, ChatGPT ഒരു 10 മിനിറ്റിൽ നമ്മൾ ഒരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ഈ പറഞ്ഞ എല്ലാ ഗവൺമെൻറ് ഓർഡേഴ്സും ആക്റ്റുകൾ ഇതെല്ലാം അവൈലബിൾ ആണ്, റിട്ടൺ ആണല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഗുണം അതാണ്, എല്ലാം റിട്ടൺ ആണ്. അപ്പോൾ ഈ റിട്ടൺ ആയിട്ടുള്ള സാധനം മുഴുവൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഡിസിഷൻ എടുത്ത് തരും, ന്യായമായിട്ടുള്ളത് എടുത്ത് തരില്ലേ, കറക്റ്റായിട്ടുള്ളത് എടുത്ത് തരില്ലേ. അവനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഹീൽ ബി ലൈക്ക് 100% പെർഫെക്റ്റ്. ഒരു മനുഷ്യൻ വരുത്തുന്ന ഡിസ്ക്രീഷൻ, കറപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഇത്രയും പേര് നമ്മളൊക്കെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇത്രയും പേരില്ലാതെ ഒറ്റ ഏജൻറ്റിന് ഇത് മുഴുവൻ പഠിച്ചെടുത്തിട്ട് അതിലൂടെ ഫയൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് മിനിസ്റ്റേഴ്സിന് കറക്റ്റ് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം റിഡൻഡൻ്റ് ആവാൻ പോകുന്നത് എത്രയോ പേരാണ് ഇങ്ങനെ ചുമ്മാ ഫയൽ കുറേ എഴുതി ആൾക്കാർ ഉപദ്രവിച്ച് നിൽക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ശരിക്കും ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിയാലിറ്റി അതാണ്. ഇറ്റ് ഷുഡ് ഹാപ്പൻ. ഈവൻ നമ്മൾ ജുഡീഷ്യറിയിലും ഒക്കെ തന്നെ തീരുമാനം എടുക്കാൻ. കാരണം റിട്ടൺ ഫാക്ട്സും ഫിഗേഴ്സും ഇതും വെച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ, അല്ലാതെ ആളുടെ മുഖം നോക്കിയിട്ടല്ല.